ടു കാഞ്ചു വ്ളോഗ്സ്. നമ്മൾ കുറേ നാളിന് ശേഷമാണ് കാഞ്ചു വ്ളോഗ്സിൻ്റെ വ്ളോഗുമായിട്ട് വരുന്നത്. കുറേ നാളെന്ന് വെച്ചാൽ ഏകദേശം നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമുക്ക് വ്ളോഗുകൾ തമ്മിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഈ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. എത്രത്തോളം മുന്നോട്ട് പോകും എത്ര അതുകൊണ്ട് ഓക്കെ ഗൈസ്, ഇന്നോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ വ്ളോഗ് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു വ്ളോഗില്ലേ ആരും പുറത്തേക്കുള്ളതല്ല, എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയാമെന്നുള്ളവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാമെന്നാണ് പ്രതീക്ഷ. ഓക്കെ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. തിരിച്ചുവരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ഒരാളൂടെ ഉണ്ട്. അതിനിപ്പോൾ എവിടെയോ നിൽപ്പുണ്ട്. അതിനി എവിടെന്നേലും എടുക്കണം. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. പണ്ട് കുറേ കാലം നമ്മളിങ്ങനെ വ്ളോഗ് എടുത്ത് അതൊരു ഇതായിരുന്നു. ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഇതില്ലല്ലേ. പക്ഷേ ഇല്ല, പക്ഷേ ഇനി എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. കാഞ്ചു വ്ളോഗ്സിൻ്റെ മണിക്കൂർ വന്നു അതിനവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ 2-3 വട്ടം ഞാൻ ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വലാണ്, കുഴപ്പമില്ല. ഈക്വലാണ്. ഇനി അതും പറയാം ഫിക്സായി. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് 1500 കഴക്കൂട്ടം ബസ്. അന്ന് നമ്മളിവിടെ വന്നിട്ട് തെണ്ടി തിരിഞ്ഞ് കിടന്നിട്ട് ഒരു ബസ് പോലും ഇല്ല. ഇന്ന് ഞാൻ ഇരുന്നിടത്ത് നമ്മൾ കറക്റ്റ്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. അല്ല, എനിക്ക് പക്ഷെ ഇന്ന് നല്ല ലക്കായിരുന്നു ഫസ്റ്റ് തൊട്ടേ. എന്നുവെച്ചാൽ ഞാൻ കയറിയ ബസ്സിലും തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്ന് കയറിയിരുന്ന് എനിക്ക് അടുത്ത സ്റ്റോപ്പ് എനിക്ക് സീറ്റ് തിരക്കുണ്ടായിരുന്നു. അതും നല്ല മഴയായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയത് മഴ തുടങ്ങി. ഞാൻ ബസ്സിൽ ഇറങ്ങാനുണ്ടായത് മഴ കയറും. അങ്ങനെ ഇത് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു ലക്കിയുടെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. അതെ, തുടക്കത്തിൽ ഭയങ്കര ചാട്ടത്തിലായിരിക്കും. പിന്നെ അങ്ങോട്ട് എന്തോ എനിക്ക് തിരിച്ചു പോകുമ്പോഴുള്ള കാര്യത്തിലാണ് ഒരു പേടി. ഇനി എവിടെ ചെന്ന് അക്ഷരേനെ എടുക്കണം. അക്ഷര എവിടെയോ നിൽപ്പുണ്ട്. പറഞ്ഞെടുത്തൊന്നും അല്ല. ഇനി എവിടെ ചെന്നിരിക്കണോ കാര്യമായിട്ടും അതെ, അവിടെ നിന്ന് എടുക്കാനാണ് പ്ലാൻ. എന്താവുമെന്ന് കണ്ടറിയാം. അതെ. ഹലോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. എടേ എന്തെങ്കിലും പറ. എല്ലാവരും കൂടെ എന്നെ ചീത്ത കളിക്കും. എന്താ അക്ഷരേ? ആണോ? ടെക്നോപാർക്കി പോകാനല്ലേ വന്ന്? സൂപ്പർ ഫണ്ടാസ്റ്റിക്. ഇനി വന്നാണ്. എന്തുകൊണ്ടാ ഇതായെന്നറിയോ? എങ്ങനെ സാധിക്കുന്നതിന്? കൃത്യമായി ബാക്കിയുള്ള 7 പേരുടെ ലോഗ് ബുക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് സൈൻ ചെയ്യാൻ വന്ന്. ആ മുഖം ഒന്ന് വ്യക്തമായി കാണട്ടെ. ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ഞാൻ നിന്റെ ബുക്ക് എടുക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നു. താങ്കൾ വിളിക്കുന്നത് അതെ ഡ്രീംസ് എന്ന് എഴുതിയ പുതിയ. എന്നാലും ഇത്രയും വലിയൊരു അബദ്ധം. ഇനി ലോഗ് ബുക്ക് സൈൻ ചെയ്യാൻ ഞാൻ വരില്ല കേട്ടാ. ഒറ്റയ്ക്ക് വന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് പൊക്കോളണം കേട്ടാ. വഴി എന്ന് വെച്ചാൽ സ്ഥിരം എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു വമ്പനബദ്ധം. ടെക്സ്റ്റ് ആണെങ്കിൽ അടുത്ത എക്സാമിന് വരുമ്പോ കൊണ്ടുവന്നാലും മതിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പൻ ബുദ്ധി. എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റൂ. ഇതിൽ കൂടെ ഒന്നും താങ്ങൂലേ. നീരജയുടെ വീട്ടിൽ പോയിട്ടുള്ള ഏക വ്യക്തിയാണ് ഈ നിൽക്കുന്ന മുതൽ. എന്നിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ വഴി അറിഞ്ഞുകൂടാ. വഴി അറിയാം, പക്ഷെ സ്ഥലം അറിഞ്ഞുകൂടാ അവർക്ക് എവിടെയാണെന്ന്. ഞാൻ കൊണ്ടുപോയല്ലേ, എത്തിച്ചാൽ പോരെ. എത്തിക്കും. ഓ, അന്ന് ഇവിടെ വെച്ചാണോ മറ്റേ അഭിനന്ദി? ഞാൻ എന്റെ ആക്ച്വലി ആക്രമിക്കാൻ ബൈക്കിൽ ആൾക്കാർ മനസ്സിലായോ? സൗന്ദര്യം. ഞാൻ ഏതൊരു റീലിലിട്ടിട്ടുണ്ടല്ലോ, നാച്ചുറൽ ബ്യൂട്ടി. വീഡിയോ എടുത്ത് കുഴി വീടെടുത്ത് നോക്കി നടക്കും. കൊണ്ടുപോയി കണക്കിന് തന്നെ വന്നത്. അതിന് നിങ്ങൾ പാനിക്കാതെ
കവിതയുടെ മുഖത്താ പാനിക്ക് തീരെ ഇല്ല. ആ നിരന്ന് പോയി. ഇത് ഫുട്പാത്ത് അല്ല, റോഡാണ്. നല്ല വാട്ടത്തെ ഭാഷ. കുഞ്ഞു വരെ ഇല്ല അതിന് വിളിക്കേ. എന്നാലും ഇങ്ങനൊരു അബദ്ധം എന്നാണെങ്കിൽ ഇന്ന് വീട്ടിൽ കയറ്റിയില്ല. ഞാൻ ലോഗ് ബുക്ക് സൈൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാണ് വന്നത്. ഓ ആ ഐഡി ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടാ. ശരിക്കല്ലേ, എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റൂ. അരമണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. ദൃശ്യം 3യുടെ കഥ വരെ തീർന്ന് തൊട്ടടുത്തെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. നീ ദൃശ്യം 3യുടെ കഥ പോയില്ല. ചോദിച്ച് ഇത്രയും നേരം ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിച്ചു എന്നിട്ടാണ് ഞാൻ കഥ പറഞ്ഞു കൊടുത്തത്. ആ കാറ് കൊണ്ട് പോയേനെ. അയ്യോ ഇപ്പൊ എത്തും. ഇത് തന്നെ ഇവിടെ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് പറയുന്നത്. ഇപ്പൊ എത്തും. അവക്ക് മടുത്ത ജീവിതം നടക്കുന്നു. എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റും. ഇതൊരു വല്ലാത്ത ഇതായി പോയി കേട്ടോ. ഇതിൽ കൂടുതലൊന്നും പറ്റിക്കല്ലേ. അവതാരമല്ല, അവരാ തുടങ്ങി. ലോഗ് ബുക്ക് സൈൻ ചെയ്യാനാണ് നമ്മൾ വന്നത്. ടെക്നോ പാർക്കിൽ ഇന്റേൺഷിപ്പിൻ്റെത്. എല്ലാവരുടെയും ലോഗ് ബുക്ക് ഇവളുടെ ഒരു ഫയലിനകത്താണ് വെച്ചിരുന്നത്. കൃത്യം അവൾ ആ ഫയലെടുക്കാതെ ലോഗ് ബുക്ക് സൈൻ ചെയ്യാൻ വന്നു. ഞാൻ നിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണ ഫോക്കസ് ആയിപ്പോയി. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും കൊണ്ടുപോയി. പരീക്ഷയ്ക്ക് തന്നില്ല. പരീക്ഷയ്ക്ക് നോക്കിയപ്പോൾ ഇന്റേണൽ എക്സാമിന് നോക്കിയപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങി അപരാധങ്ങൾ പിടിച്ച കാര്യങ്ങളാണ് കാണിക്കുന്നത്. മറവ് വയ്ക്കാൻ പറ്റൂടെ? അത് ഒന്ന് അല്ലെങ്കിൽ വല്ല വയ്യ ഏട്ടാ. എത്ര അരമണിക്കൂറായി ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ് നടത്തിക്കാൻ തുടങ്ങിയില്ല. അവിടെ ആ വളവ് കഴിഞ്ഞാൽ എത്തും. ഇത് എത്രാത്ത വളമക്ഷരേ. അങ്ങനെ ഇനി വയ്യ നടക്കായി കൊണ്ടുപോകാൻ. അയ്യോ, കുറച്ചുകൂടെ കഴിഞ്ഞ് എത്തിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. നീ ഇവിടെ നിന്നോ? അത് പറ്റത്തില്ല. ഇങ്ങനെ തിരിച്ച് അങ്ങ് നടക്കണേക്കാട്ട് നല്ല കുറച്ചും കൂടെ നടക്കണം. ഓ അതും ശരിയാണ്. കയ്യാ നടക്കുന്നത്. അയ്യോ, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തി ഗൈസ്, എത്തി. ഇതാണ് അക്ഷര പറഞ്ഞ സ്ഥലം. ചാടട്ടെ. എടിയാ കാണാൻ നല്ല സ്പീഡിലാണ് അവൻ നാട്ടിലോട്ട് കയറി നിൽക്കണത്. ഇപ്പൊ പടമായാലും പൈസ ഇല്ല, വേറെ ഒഴിക്കും. അതെ. എടി ഇതിന്റെ അകത്താ ലിഫ്റ്റ്. എടി അത് പാർക്കിംഗ്. ഇതിന്റെ അകത്താണ് ഇങ്ങോട്ടോ. വാക്കും കേട്ടതോ പാർക്കിങ്ങിൽ കയറി പോണം. ഇപ്പൊ സെക്യൂരിറ്റി ബാക്കിന് വിളിക്കുക എങ്ങോട്ട് പോണെന്ന്. സൈലൻസ് ആണ് ഇവിടെ, മൊത്തം സൈലന്റ് ആണ്. അക്ഷരെ കിണിക്കില്ല. അവരിക്കുന്ന പണിക്ക് കൊണ്ട് കാറൊക്കെ എവിടെ ആരൊക്കെയോ വരുന്നു. കാണിക്കല്ലേ, മോഷ്ടിക്കാൻ പറഞ്ഞായിരിക്കും. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമേ ഇവിടെ എന്താവും. ലാസ്റ്റ് അത് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നു. ഫ്ലാറ്റ് കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടാണ്. 1307 അല്ല. ഓവറോൾ റൂം കണ്ടോ? അവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ നിന്നാൽ ഇവിടെ മൊത്തം കാണാൻ പറ്റും. പിന്നെ ഇതാ റൂം, ഒരു പിങ്കിഷ് വൈബ് റൂം. നൈസ്. ഇതാണ് ഗൈസ് നീരജയുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണി വ്യൂ. നൈസ്. ഇന്നത്ര പോരാ. ഹൈറ്റ് കാണുമ്പോൾ ചാടാൻ തോന്നും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടിരിക്കേണ്ട അക്ഷരയ്ക്ക്. ഇതാ നിൽക്കുന്ന ചാടാൻ കണക്കാക്കി. അല്ല, ഇത് കാണുമ്പോൾ ചാടാൻ തോന്നുന്നു. രസമുണ്ടല്ലേ അവിടെ മഴയെടുക്കുന്നു. മഴയൊക്കെ ആസ്വദിക്കാൻ നല്ല രസമായിരിക്കും. നമുക്ക് ജ്യൂസ് തന്നു.
സ്നാക്സ് തന്നു. പഠിച്ച് തളരുമ്പോൾ ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. നമ്മൾ പഠിച്ചത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. മാത്സ് ടീച്ചറാണ്, മാത്സ് ടീച്ചർ നമ്മുടെ തന്താനേ നാനേ താനൻ സൈലന്റ്. ഹലോ. ഓ എത്തി. മനുഷ്യനെ ലോഗ് ബുക്ക് കൊണ്ടുവന്നില്ല. നമ്മൾ 7 പേരുടെ ലോഗ് ബുക്ക് അവളെ വീട്ടിയിരിക്കുന്നു. അത് തിരിച്ചോണ്ടോ അല്ലേ ഇനി? കൊണ്ടുവന്നു ഒരു സേഫിനെ കൊണ്ടുവന്നു. പെട്ടെന്നൊന്ന് പാനിക്കായി ഇടയ്ക്ക്. പിന്നെ പഠിക്കാനുള്ള തന്ത്രപ്പാടാണ്. കണ്ട ബുക്ക്, ബാഗ്, കാൽക്കുലേറ്റർ ഒക്കെ ആണ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്. ടീച്ചർ കണ്ടോ? ടീച്ചർ നമ്മുടെ ടീച്ചർ തന്നെ കാണിക്കുന്നത്. ടീച്ചർ ലേശപ്പെട്ടുള്ള ടീച്ചറാണ്. ഓക്കെ, നമ്മൾ പഠിക്കട്ടെ ഗൈസ്, പഠിക്കട്ടെ. പഠിക്കാൻ ആരക്ഷരി ജീൻ അല്ല ജിന്ന് ജീനാ അലാവുദീൻ. അതിന് ആര് വരുമെന്നറിയാവോ? ജീൻ ജിന്ന് ജിന്ന് ഇങ്ങനെ തടവുമ്പോ വരും. എന്നിട്ട് ഊതണം. ചെയ്യണ്ടേ? പോട്ടക്ഷരെ എനിക്കാരും വേണ്ട. ഐ ആം സിംഗിൾ. അവിടെ ഒരാൾ തകർത്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഡെഡിക്കേഷൻ കണ്ടോ കുട്ടിയുടെ? അതിനകത്ത് വായിക്കാത്ത തിരികെ കയറ്റി തരികട്ടെ. ഇവിടെ എഴുതിയിട്ട് പോണേ. ഞാൻ ഇപ്പൊ തറയെ കിടക്കും. ഞാൻ കിടക്കുന്ന കിടപ്പുണ്ട്, തറയെ കിടക്കുന്ന ഇപ്പം. എന്തത് എനിക്ക് എന്തായിട്ട് തോന്നുന്നത്? ഇനി പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അത് ഇവരെ ഇല്ലാത്ത പണ്ടേ അറിയാ ബുദ്ധിയില്ല. ഡേറിയോ അഭിനന്ദി എന്റെ ഫോൺ തറയിലെടുത്തടിക്കാൻ നോക്കല്ലേ? നീ നോക്കില്ലേ ഇങ്ങനെ? മറ്റേ അഭിനന്ദി ഒന്ന് മറ്റത് കാണിച്ചാണ് ഇത്ര നേരം ഇവിടെ കാണിച്ച കാണിച്ചൊരു നീ കാണിക്ക അക്ഷരെ. ഇപ്പൊ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നു. ഓ ബയ്യ. ഒന്നാ ബയ്യയുടെ സൗണ്ട് കാണിക്കാൻ മതി. അത് അവള് പറയണ അത്ര സ്ലാങ്ങിൽ എനിക്ക് വരത്തില്ല. അതാണ് ആ അഭിനന്ദി പറഞ്ഞാൽ അത് അത്ര നല്ല പെർഫെക്റ്റ് ആവും. എന്റെ തൊണ്ടക്കല്ല ആഗ്രഹമാണ് കുഴപ്പമില്ല. ഒരിക്കൽ ഒന്ന് കാണിക്കാൻ അഭിനന്ദി. അതല്ല. ഓക്കെ, നീ ക്യാമറ നോക്കണ്ട. പറ. ഇനി പറ. ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഇൻസ്റ്റയില് എനിക്ക് പക്ഷെ നേരത്തെ വന്നത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരുന്നല്ലേ? നല്ല അടിപൊളിയായിട്ട് പറഞ്ഞത്. നമ്മളൊരു 10 ഒക്കെ പറ്റി. ഹായ് മറിയ. എന്റെ ദൈവമേ മറിയ, നീ എന്നോട് മാത്രം ഇത് ഒഫീഷ്യലി സംസാരിക്കുന്നു. ബൈ മറിയ. ഹലോ. ഹലോ ബൈ. മറിയ വേറെ ആളെ കാണിക്കാം. എനിക്ക് കാണാൻ വയ്യ മറിയ. നീ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്തു, എനിക്ക് മാത്രം. ഹലോ ഹായ്. എൻ്റെ അടുത്ത് മാത്രം നീ ഇങ്ങനെ ചെയ്ത് മോശമായി പോയി മറിയ. എന്നെ കാണുന്നില്ലേ? ഓ, എനിക്ക് മാത്രം ഫ്ലൈങ് കിസ് തന്നോളൂ. ഞാൻ നേരത്തെ കിസ് കൊടുത്തു. അതുകൊണ്ട് പിന്നെ അടിച്ച് തലയിൽ നിറച്ച് ഇനി പേപ്പർ ഇട്ട് അങ്ങ് എടുത്തണ്ട് ഞാൻ. ഓ ഒറ്റ പിങ്കി
നീരജ് ആഞ്ഞിട്ട് തുടയ്ക്കുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കേട്ടോ ഞാൻ വെച്ചിരുന്നു, ആവശ്യം വരും. എന്ത് പക്ഷെ ബാക്കിന്ന് ഗ്ലെയർ അടിക്കും. ഇത്രയും ഇതുണ്ടായിട്ട് ഇതൊന്നും ഇട്ട് കണ്ടിട്ടില്ല ഐ ഷാഡോ. ഇടാറില്ല. പിന്നെ എന്തിനാ വെച്ചത്? എനിക്കറിയില്ല എന്തിനാ വാങ്ങിച്ചത്. അത് പിങ്ക് പിങ്ക് അല്ല പിങ്ക് ആണ് ശരി. കളർ മാസ്റ്റർ. എനിക്ക് ലിപ്സ്റ്റിക് കാണാവോ? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനം തന്നെ തേച്ച് എനിക്ക് ഗ്ലോസ് ആണ് ഇട്ട, അത് ഗ്ലോസ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ ലിപ്സ്റ്റിക് ആണ് ഇട്ട. ലിപ്സ്റ്റിക് ഹൈറ്റ് ഇല്ലാത്തോണ്ട്. ആരാ വിളിക്കുന്നത്? അമ്മയോ? ഇട്ടിട്ടുണ്ടായിരുന്നു. 50 പേജ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുകയാണ്. പോവാം നമുക്ക്. എവിടെയാ പോകുന്നേ? ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞാനാണ് ഊബർ ബുക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെ വന്നില്ലെങ്കിൽ നെയ്മ കിട്ടും കേട്ടോ. യാ ഫ്രൂട്ട് പേ ഇടിച്ചങ്ങിട്. വൗ നൈസ്. സീനല്ലേ? വൗ നൈസ്. അമേസിംഗ്. എന്ത് എവിടെ പോണം? എന്നെ എടുക്കും. നിന്നെ എടുക്കാനാ? നീ വിളിച്ചാ? ഇത് കള്ളപ്പണ്ടപ്പോ എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. എന്നാണ് വിളിച്ചത്. അതേ ലിഫ്റ്റിൽ തന്നെ നമ്മൾ തിരിച്ചു പോകണം. ഇതുവരെ ബസ് ചെയ്തിട്ടില്ല, കയറി നിൽക്കുകയല്ലേ ഇവിടെ. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല. ടെക്നോ പാർക്ക് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല. അക്ഷര ബേബി, നീരജ ബേബ്സ്. കാഞ്ചന എന്താ വീട് 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 കാഞ്ചന വീട്. നീ ഫുൾ വെള്ളം ഡ്രാഗ് ചെയ്തോണ്ട് വരും. അപ്പൊ തന്നെ നമുക്ക് കയറാം പിന്നീട്. ഇവിടെ എല്ലാം 3, 2, 1 go. എങ്ങനെയുണ്ടായിരുന്നു വണ്ടർല റൈഡ്? കാഞ്ചന നിനക്ക് ഹൈറ്റിന് പറ്റിയ സാധനം കേട്ടോ. ആക്ച്വലി ഇത് കുറച്ചുകൂടെ മുകളിലായിരുന്നു, പിന്നെ അത് എങ്ങനെയോ താഴെ വന്നത്. നീ ഒന്ന് കേറ്, സേഫ് ആണ്. ഞാൻ വീട് കേറാം. വ്ളോഗ്സ് ബൈക്ക് റൈഡ്. കണ്ടാലും പറയും റൈഡർ. എന്താ കുഴപ്പം? നീ ആ ബൈക്കിന് അത്ര പോലും ഇല്ല. ഇല്ല പക്ഷേ കൊച്ചു നല്ലോണം സ്കൂട്ടിയൊക്കെ ഓട്ടി. അതാണ് പ്രോയാണ് ഞാൻ. പ്രോ ഇത്ര ഹൈറ്റ് ഉള്ള നീരജേക്കാളും നല്ല ഇതായിട്ട് ഞാൻ ഓടിക്കും. ഇടോ നിങ്ങൾ വളച്ചെടുക്കില്ല. നീത് ഞാൻ അത്ര വരത്തില്ല കേട്ടോ. എന്നാലും പിന്നെ ഞാൻ കൊണ്ടുപോകണോ? 10 വീട്ടിൽ ആഴ്ച വീട് വരെ കൊണ്ടുപോയിട്ട് തരാം. ഇല്ല ബാക്കി അച്ഛനടുത്ത് പറയാം. വീട്ടിൽ ബാക്കി ഇല്ല ഇല്ല. ഇപ്പോഴാണ് എനിക്ക് തരത്തിലുള്ള ഊരാൽ കിട്ടിയത്. പക്ഷെ എനിക്ക് ഭയങ്കര ചെറുത്. പിന്നെ ആ കട്ട ഊരിട്ട നീരൊക്കെ അവിടെ ഇരുന്ന കാലത്തില്ല. എന്താ പറഞ്ഞ കയ്യിൽ. പക്ഷെ ഇതീ കയറിയപ്പോണ്ടല്ലോ ഞാൻ വിചാരിച്ച പുറത്തു പോകുന്നു. കാരണം അവിടെ വെള്ളം കൂടെ കിടക്കുന്നോണ്ട് അവിടെ എത്തിയപ്പോ നല്ല ഇങ്ങനെ പോയി ഞാൻ വെളിയിലോട്ട് കയറാത്തത്. ഇതെനിക്കിഷ്ടായി. കുറെ കാലത്തിന് ശേഷമാണിത്. സീരിയസ്ലി കേറാൻ സമ്മതിക്കില്ലല്ലേ? ഏജില് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ നമുക്ക് പോകാനുള്ള ഊബർ എത്തി. ഊബർ അത് പോയി. അതല്ലേ? അതല്ല വേറെ വരും, പേടിക്കണ്ട. അത് പോയി. അപ്പൊ അതായിരിക്കും അത് പോയി. അവരെ ഇല്ല വരുന്നു. അത് വേറെ ആയി കേട്ടോ. വേറെ പോയി.
വരുമോ? രാവിലെ തന്നെ നടക്കേണ്ടി വരുമോ? ഇതില് ആ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇത് കുനാഫ അമ്മയ്ക്കൊരെണ്ണം വാങ്ങിച്ചോളൂ. ഹണി എങ്ങനെയുണ്ട്? വലിയ നഷ്ടമില്ലാതെ ഒരു ഡേ കഴിഞ്ഞു പോയി അല്ലേ? സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനിയാണ് നമ്മൾക്ക് കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം വരുന്നത് ഫോണിൽ. ഫുൾ കാൽക്കുലേഷൻ. ഫുൾ കാൽക്കുലേഷൻ. ബില്ല് കൊണ്ടോട്ടെ കയ്യിൽ? ബില്ല് കൈ കൊണ്ടുപോകണം ആയിരിക്കും. പേര് പറയുന്നില്ല. ആ അതെ.